നമസ്കാരം. ബി പോസിറ്റീവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് മാർച്ച് 1 ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാണ്. അപ്പോൾ ഓരോ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ആകെത്തുകയാണ് നമ്മുടെ ഒരു വർഷത്തിന്റെ ഫലമായി വരുന്നത്, അല്ലെ? പുതിയൊരു സാമ്പത്തിക വർഷത്തിൽ എല്ലാവർക്കും ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കുവാനുള്ള സമയമായി, അല്ലേ മാളവിക? അതെ, പ്രാക്ടിക്കലായ ഒരു കഥയോടുകൂടി ചിന്തോദ്ദീപകമായ ഒരു ആശയത്തോടു കൂടി നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. ശുഭസംഗീതം. കണ്ണിക്കാരതീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചിപ്പാട്ടായി, ശരത്കാലമേഘങ്ങൾ കളഹംസപ്പിഴയായി, ശശിമുഖി നിനക്കെൻ്റെ സന്ദേശം വരവായി. കണ്ണിക്കാരതീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർക്കാറ്റ് കളിവഞ്ചിപ്പാട്ടായി, ശരത്കാലമേഘങ്ങൾ കളഹംസപ്പിടയായി, ശശിമുഖി നിനക്കെൻ്റെ സന്ദേശം വരവായി. ആഞ്ഞിലിക്കൊമ്പത്തെ ശാരികപ്പാട്ടിൽ നാം ആത്മാഭിരാമനും സീതയുമായി, ആഞ്ഞിലിക്കൊമ്പത്തെ ശാരികപ്പാട്ടിൽ നാം ആത്മാഭിരാമനും സീതയുമായി. ഇടയൻ്റെ പാട്ടിൻ്റെ ഈരടിയിൽ നമ്മൾ മധുമൊഴിരാധയും മുകുന്ദനുമായി, ഇടയൻ്റെ പാട്ടിൻ്റെ ഈരടിയിൽ നമ്മൾ മധുമൊഴിരാധയും മുകുന്ദനുമായി. കർണികാരതീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂരക്കുളിർക്കാറ്റ് കളിവഞ്ചിപ്പാട്ടായി, ശരത്കാലമേഘങ്ങൾ കളഹംസപ്പിടയായി, ശശിമുഖി നിനക്കെൻ്റെ സന്ദേശം വരവായി. കാവടിച്ചിന്താടും രാത്രിയിൽ നാം ഒരു കോകിലമിഥുനമായി പാടുകയായി, കാവടിച്ചിന്താടും രാത്രിയിൽ നാം ഒരു കോകിലമിഥുനമായി പാടുകയായി. അഴകുള്ള നിന്നുടെ മിഴിയിൽ നിന്നൊരു തുള്ളി അഴലിൻ്റെ മഴയിതൾ പൊഴിയുകയായി, അഴകുള്ള നിന്നുടെ മിഴിയിൽ നിന്നൊരു തുള്ളി അഴലിൻ്റെ മഴയിതൾ പൊഴിയുകയായി. കണ്ണിക്കാരതീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂരക്കുളിർക്കാറ്റ് കളിവഞ്ചിപ്പാട്ടായി, ശരത്കാലമേഘങ്ങൾ കളഹംസപ്പിടയായി, ശശിമുഖി നിനക്കെൻ്റെ സന്ദേശം വരവായി. കണ്ണിക്കാർ തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂരക്കുളിർക്കാറ്റ് കളിവഞ്ചിപ്പാട്ടായി, ശരത്കാലമേഘങ്ങൾ കളഹംസപ്പിടയായി, ശശിമുഖി നിനക്കെൻ്റെ സന്ദേശം വരവായി. ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രധാനമായും പറയാനുള്ളത് കുറച്ച് പ്രമുഖ വ്യക്തികൾക്ക് ഭാരതരത്നം ലഭിച്ച ഒരു ദിവസമാണ് മാർച്ച് 1. 1998 മാർച്ച് 1-നാണ്
നമ്മുടെ മുൻ രാഷ്ട്രപതിയും അടുത്തിടെ അന്തരിച്ച മഹത് വ്യക്തിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്, അതുപോലെ മലയാളത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ ഒട്ടാകെ സുപ്രഭാതത്തിന്റെ ശബ്ദമായ ഡോക്ടർ MS സുബ്ബലക്ഷ്മി, ഗുൽസാർലാൽ നന്ദ, അങ്ങനെ ഒട്ടനവധി പേർക്ക് ഭാരതരത്ന ലഭിച്ച ഒരു ദിവസമാണ് മാർച്ച് 1. മാളവിക, ഭാരതരത്നത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർത്തത്. ഇന്ന് ബോക്സിംഗ് താരമായ മേരി കോമിന്റെ ജന്മദിനമാണ്. പത്മശ്രീ, പത്മഭൂഷൺ, പിന്നെ ഭാരതരത്ന പോലുള്ള ഒത്തിരി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ബോക്സിംഗ് താരമാണ് മേരി കോം. മേരി കോമിനെ ആസ്പദമാക്കിയ ഒരു ചലച്ചിത്രവും ഈ അടുത്തിടെ ഇറങ്ങുകയുണ്ടായി. പ്രിയങ്ക ചോപ്രയ്ക്ക് ദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ച ഒരു സിനിമ കൂടിയാണ് അത്. മേരി കോമിന്റെ ജന്മദിനവും ഇന്ന് തന്നെയാണ് ആഘോഷിക്കപ്പെടുന്നത്. ശരിയാണ് അനീഷ്. അങ്ങനെ നമ്മൾ ചരിത്രത്തിൽ ഇന്ന് അറിയാത്തതും അറിഞ്ഞതും അറിയേണ്ടതുമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ കോർത്തിണക്കിയ ഒരു സെഗ്മെന്റ് അടുത്തതായി എത്തുന്നു ചരിത്രത്തിൽ ഇന്ന്. മാളവിക, ഇന്നത്തെ ഒരു ജീവിത രീതിയിൽ നമുക്കൊരു ഡോക്ടറുടെ സേവനം അത്യാവശ്യമായിരിക്കുന്നു അല്ലെ? ഓരോ മാസവും ഡോക്ടറിനെ കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഡോക്ടറുടെ പ്രസക്തി വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് ഒരു ഫാമിലി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്, എപ്പോഴും ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവുന്നത് വളരെ ഉപയോഗം ചെയ്യും അല്ലേ? നമുക്ക് അടുത്ത സെഗ്മെന്റ് അത്തരത്തിലൊന്നാണ്. ഡോക്ടർ മാർത്താണ്ഡ പിള്ള അവതരിപ്പിക്കുന്ന ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ക്യാൻസർ അർബുദ രോഗം അത് നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടുവരുന്നു. അത് ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണോ, അത് തടയാവുന്ന രോഗമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ കാണുമല്ലോ. പൊതുവേ ഒരു തോന്നലുണ്ട് ക്യാൻസർ രോഗം വർദ്ധിച്ചു വരുന്നുവെന്ന്. അത് പകുതി ശരിയാണ്, പകുതി തെറ്റാണ്. ക്യാൻസർ രോഗം ഇപ്പോൾ പലപ്പോഴും നമ്മൾ ക്യാൻസർ രോഗത്തിനെ പറ്റി ഉള്ള ബോധമുള്ളതുകൊണ്ട് പലപ്പോഴും നേരത്തെ തന്നെ ഡോക്ടർമാരെ കാണുകയും നേരത്തെ കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾ വിധേയമാവുകയും ചെയ്യുന്നതുകൊണ്ട് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് കുറേ കൂടെ കൂടുതലാണ്. പക്ഷെ പൊതുവേ നോക്കുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ക്യാൻസറിൻ്റെ തോത് വർദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു 150 പേര്, ഒരു 1,00,000 ആളുകൾ എടുക്കുകയാണെങ്കിൽ അത് 150 പേർക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഓരോ വർഷവും ഏകദേശം 2% വരെ ഈ ക്യാൻസർ ഉള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവ് തന്നെയാണ്. അമേരിക്കയിലാണെങ്കിൽ 550 പേർക്കാണ്, 1,00,000 ആളുകളിൽ 550 പേർക്കാണ് ക്യാൻസർ ഉള്ളത്. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. അപ്പോൾ ക്യാൻസർ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നേരത്തെ രോഗം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60% വരെ പ്രധാനപ്പെട്ട 4-5 ക്യാൻസറുകൾ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അത് രോഗനിർണയം വളരെ നേരത്തെ തന്നെ നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ക്യാൻസറുകളാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്നത്? ആണുങ്ങളെ സംബന്ധിച്ചോളം വായിൽ വരുന്നത്, ഉദരത്തിൽ വരുന്നത്, ആമാശയത്തിൽ വരുന്നത്, ഇതുപോലുള്ള ക്യാൻസറുകൾ, മുഖത്തും കഴുത്തിലുമൊക്കെ വരുന്ന ക്യാൻസറുകൾ കൂടുതലാണ്. ശ്വാസകോശത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്യാൻസർ വളരെ കൂടുതലാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്യാൻസറുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസർ ഈ സർവൈക്കൽ ക്യാൻസർ എന്നുള്ളതാണ്. കാരണം ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ വളരെയേറെ നമ്മൾ കണ്ടുവരുന്നു. സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ, അതും വളരെ വളരെ കൂടുതലായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഓവറി, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്യാൻസർ, അതും വളരെ കൂടുതലായിട്ട് കാണുന്നു. ഇതുകൂടാതെ തൈറോയിഡിൽ നിന്ന് ഉത്ഭവിക്കുന്ന, മെല്ലിൽ നിന്ന് ഉപയോഗിക്കുന്ന മറ്റുള്ള അവയവങ്ങളിൽ വരുന്ന ക്യാൻസറുകൾ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. ഈ ശ്വാസകോശത്തിൽ നിന്നുള്ള ക്യാൻസർ ആണ് ആണുങ്ങളിൽ നമ്മൾ കൂടുതൽ. അത് പ്രത്യേകിച്ചും പുകവലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പുകവലിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകളിൽ ഈ ക്യാൻസർ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുകവലി നിർത്തിയാൽ തന്നെ ഈ ക്യാൻസർ നമുക്ക് പൂർണ്ണമായിട്ടും
വരാതെ നോക്കാൻ സാധിക്കുന്നുള്ളതാണ്. പക്ഷേ ഈ പുകവലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും കുറഞ്ഞു, ഗണ്യമായിട്ടും കുറഞ്ഞു എന്ന് പറയാനുള്ള ഒരു സ്ഥിതി എത്തിയിട്ടില്ല. ക്യാൻസർ മാത്രമല്ല, പുകവലി കൊണ്ട് തന്നെ മറ്റുള്ള പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. ഹൃദ്രോഗം വരാം, തലച്ചോറിലെ രക്തധമനികൾ അടച്ചിട്ട് പക്ഷാഘാതം ഉണ്ടാകാം, കാലിലെ രക്തക്കുഴൽ അടഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ കാല് മുറിച്ച് കളയേണ്ട ഒരു സാഹചര്യം വരാം. ശ്വാസകോശത്തിന് ബാധിക്കുന്ന ചുമ, ഒരിക്കലും മാറാത്ത ചുമ, അത് കഴിഞ്ഞാൽ അത് ക്യാൻസറായിട്ട് മാറുന്നു. അപ്പോൾ ഇതുപോലെ പല പല രോഗങ്ങളും പുകവലി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുകവലി 100% നിർത്തേണ്ടതാണ്. പുതിയ തലമുറ കുട്ടികൾ ഒരിക്കലും പുകവലി തുടങ്ങരുതെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം മുതിർന്നവർ നൽകേണ്ടതും വളരെ ആവശ്യമാണ്. ക്യാൻസറിനെ പുറകെ നോക്കുകയാണെങ്കിൽ മറ്റുള്ള രോഗങ്ങളെപ്പോലെ ഏത് രോഗം എടുത്താലും ചില ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ക്യാൻസറും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അമിതമായിട്ടുള്ള വണ്ണം, പ്രമേഹ രോഗം, രക്തസമ്മർദ്ദം കൂടുന്നു, വ്യായാമക്കുറവ്, പിന്നെ വെറുതെ ഇരിക്കുന്നത്, ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവരിൽ ക്യാൻസറിൻ്റെ സാധ്യത കൂടുന്നു. അതിപ്പോൾ ഏത് രോഗം എടുത്താലും ഇതെല്ലാത്തിലും ഇത് തന്നെയാണ്. ഇതുപോലുള്ള പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, വ്യായാമക്കുറവ്, പിന്നെ തലച്ചോറിനും ശരീരത്തിനും വേണ്ട വിധത്തിൽ ഉള്ള പ്രവർത്തികളില്ലാതിരിക്കുന്നത്, ഇതെല്ലാം തന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ മറ്റുള്ള രോഗങ്ങളെ പോലെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇത് കൂടാതെ അന്തരീക്ഷ മലിനീകരണം തീർച്ചയായിട്ടും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ശ്വാസകോശ ക്യാൻസറിനെ സംബന്ധിച്ചോളം. നമ്മൾ കഴിക്കുന്ന ആഹാര രീതി മാറുന്നതനുസരിച്ച്, പ്രത്യേകിച്ചും നമ്മൾ ഇപ്പം ഉള്ള ഫാസ്റ്റ് ഫുഡ്, കാരണം വീണ്ടും വീണ്ടും ചൂടാക്കി വളരെയേറെ അതിനെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആഹാരം തീർച്ചയായിട്ടും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പണ്ട് കഴിക്കുന്ന പോലെ പച്ചക്കറികളും, അധികം വേവിക്കാത്ത പച്ചക്കറികളും, അതുപോലെ തന്നെ ഈ കൊത്തൊക്കെ ഉള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ഈ ക്യാൻസർ ഉണ്ടാകാവുന്ന പല ഘടകങ്ങളും, നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരത്തിലുള്ള അണുക്കൾ മാറ്റാൻ ഉപയോഗിക്കുന്ന കീടനാശിനികൾ സഹിതം ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത. ഈ നമ്മൾ കഴിക്കുന്ന ആഹാരം കേടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ തന്നെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൊത്തുള്ള ആഹാരങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ ശരീരത്തിലേക്ക് പോകാതെ അത് വെളിയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുന്നു. അതുകൊണ്ടാണ് ഇതുപോലുള്ള ആഹാര രീതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ പെയിൻ്റ് അടിക്കുന്നു, ഇതുപോലുള്ള ചില ലെഡ് ആയിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ, അവരിലും ഈ മൂത്രസഞ്ചിയിലുള്ള ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തൊഴിൽ സംബന്ധമായിട്ടുള്ളത് ആസ്പെറ്റോസ്, പണ്ടൊക്കെ ഫാക്ടറികളിൽ കൂരയൊക്കെ ആസ്പെറ്റോസ് കൂരകളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ വരുന്ന പൊടി, അത് തന്നെ ശ്വാസകോശ ക്യാൻസറിന് സാധ്യത കൂടുന്നു. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആഹാര രീതികൾ, ഇതെല്ലാം തന്നെ വളരെ പ്രധാനം അർഹിക്കുന്നു. പിന്നെ ഒരു പരിധി വരെ ചെറിയ തോതിലെങ്കിലും ജനിതകമായിട്ട് തന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രവണതകൾ ചില വ്യക്തികൾക്ക് കാണാം. ഒരു കുടുംബത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാൻസർ വന്നിട്ടുള്ള പല പല വ്യക്തികൾ കാണാം. പിന്നെ അണുബാധ, സാധാരണ അണുബാധ കൊണ്ട് ഒരു ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷേ വൈറസുമായിട്ട് ബന്ധപ്പെട്ട ചില അണുബാധകൾ, ഇപ്പോൾ കരളിനെ തന്നെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നുള്ള വൈറൽ അണുബാധകൾ, ചിലപ്പോൾ അത് തുടർന്ന് തന്നെ ആ അണുബാധ ശരീരത്തിൽ നിൽക്കുകയും അത് തന്നെ ചിലപ്പോൾ ക്യാൻസറിന് സാധ്യത കൂട്ടുന്നു എന്നുള്ളത്. അതുപോലെ പാപ്പിലോമ വൈറസ്, വേറൊരു വൈറസ്, അത് സർവിക്കൽ ക്യാൻസറിന് സാധ്യതകൾ കൂട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അണുബാധ വളരെ വളരെ ചെറിയൊരു പരിധി വരെ അത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബി, സി വൈറസുകൾ അതുകൊണ്ടുള്ള, അല്ലെ ആ അണുബാധ കൊണ്ട് ഭാവിയിലുണ്ടാകുന്ന ക്യാൻസറുകൾ ഈ വാക്സിൻ മൂലമൊക്കെ, പാപ്പിലോമ വൈറസ് വാക്സിൻ മൂലമൊക്കെ നമുക്ക് തടയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആഹാര രീതിയിൽ മാറ്റങ്ങൾ, വാക്സിൻ എടുക്കുക. പിന്നെ രോഗനിർണയം, അല്ലെ രോഗമുണ്ടോ എന്നുള്ള പരിശോധനകൾ. ഇപ്പം തന്നെ പ്രധാനപ്പെട്ട 3-4 ക്യാൻസറുകൾക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ സർവൈക്കൽ ക്യാൻസർ ആണെങ്കിൽ ഇതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. സർവൈക്കൽ ക്യാൻസറിൻ്റെ
വ്യക്തി ശുചിത്വം ഒക്കെ കൂടുന്നതോടുകൂടി സർവൈക്കൽ ക്യാൻസറിൻ്റെ സാധ്യത കുറഞ്ഞു വരുന്നു. എന്നാൽ തന്നെ ഒരു 40-45 വയസ്സ് പിന്നിട്ട സ്ത്രീകൾ തീർച്ചയായിട്ടും പാപ് സ്മിയർ എന്നുള്ള ഒരു പരിശോധനയുണ്ട്. അപ്പോൾ ആ പരിശോധന വർഷത്തിലൊരിക്കൽ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ നേരത്തെ കണ്ടുപിടിക്കാനും നമുക്കത് ചികിത്സിച്ച് മാറ്റാനും സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 35-40 വയസ്സ് 65 വയസ്സിനിടയ്ക്കുള്ളവരിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പരിശോധനകൾ, നേരത്തെയുള്ള പരിശോധനകൾ കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ തടയാൻ പറ്റും എന്നുള്ള. സ്തനാർബുദം തന്നെ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ മാമോഗ്രാം അല്ലെങ്കിൽ MRI സ്കാൻ എന്നുള്ള പരിശോധനകൾ വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്താൽ വളരെ നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. മാറിൽ മുഴയുണ്ടോ എന്നുള്ളത് സ്വന്തമായിട്ട് തന്നെ മാസത്തിലൊരിക്കയോ മറ്റൊക്കെ പരിശോധിക്കുകയും ചെറിയ മുഴകൾ നമ്മൾ സംശയിക്കുകയാണെങ്കിൽ അത് പുനർപരിശോധന ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ രോഗം നിർണ്ണയിക്കാനും അത് ചികിത്സിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചില ക്യാൻസറുകൾ ഇതുപോലുള്ള പരിശോധനകൾ, വായിലൊക്കെ വരുന്ന ക്യാൻസറുകൾ, പുകവലി, അത് മാത്രമല്ല മുറുക്കാനും മറ്റും ഉപയോഗിക്കുന്ന വ്യക്തികളിൽ വായിലെ ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. അവിടെയും തന്നെ ഇത് ഉപയോഗിക്കാത്തവരായാലും തന്നെ വായിക്കകത്ത് പുതുതായിട്ട് എന്തെങ്കിലും പാടുകൾ കാണുകയാണെങ്കിൽ അത് ചുരണ്ടി പരിശോധിച്ച് അത് ക്യാൻസറായി മാറാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നേരത്തെ നിർണ്ണയിക്കുകയാണെങ്കിൽ അതും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. പൊതുവെ ക്യാൻസർ നല്ലൊരു ശതമാനം നമ്മുടെ ജീവിതശൈലി മാറ്റുന്നതുകൊണ്ടും ആഹാരം ക്രമീകരിക്കുന്നതുകൊണ്ടും വ്യായാമം ചെയ്യുന്നതുകൊണ്ടും ഒക്കെ തന്നെ ഒരു പരിധിവരെ നമുക്ക് അത് തടയാനും അതല്ല വന്നു കഴിഞ്ഞാൽ തന്നെ അത് അതിജീവിക്കാനും നമുക്ക് സാധിച്ചെന്ന് വരും. ചില ക്യാൻസറുകൾ വളരെ നേരത്തെ നമ്മുടെ നാട്ടിലുള്ള ചില പരിശോധനാ ക്രമങ്ങൾ ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുകയും പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ തോത് വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ചികിത്സയും വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു 60-70% വരെ നമുക്ക് തടയാവുന്നതാണ് ക്യാൻസർ. സെഗ്മെന്റുകളിലെ കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുപോലെ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ കാണാൻ കാത്തിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് വഴിത്തിരിവ്. ശ്രീ പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന വളരെ ചെറിയ ചെറിയ കഥകളിലൂടെ വളരെ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നല്ല നല്ല ഉപദേശങ്ങൾ തരികയും ചെയ്യുന്ന ഒരു നല്ല സെഗ്മെന്റ്. തീർച്ചയായിട്ടും മാളവിക, ജീവിത വിജയത്തിനുതകുന്ന നുറുങ്ങു കഥകളുമായി നമുക്ക് മുന്നിൽ എത്തുന്നു പ്രവീൺ പരമേശ്വർ വഴിത്തിരിവ് എന്ന സെഗ്മെന്റിലൂടെ. അമേരിക്കയിലെ വളരെ പ്രശസ്തമായ ഒരു സർവകലാശാലയിൽ നടന്ന ഒരു പഠനത്തിനെ കുറിച്ച് നമുക്കിന്ന് നോക്കാം. ഒരു ഇരുമ്പ് കൂടിനുള്ളിൽ ഗവേഷകർ 5 കുരങ്ങന്മാരെ വിട്ടു. ആ കൂടിൻ്റെ മധ്യത്തിലായിട്ട് ഒരു ലാഡർ, ഒരു ഏണി വെച്ചിട്ടുണ്ട്. ഈ ഏണിയിലൂടെ കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് ഒരു പഴം വച്ചിട്ടുണ്ട്. ഈ കൂടിനുള്ളിലേക്ക് ഇവരെ ഇട്ട ഉടനെ തന്നെ ഒരു കുരങ്ങൻ ഈ ലാഡറിലൂടെ ഓടി മുകളിലേക്ക് കയറി ആ പഴം എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ മുകളിലേക്ക് കയറാൻ തുടങ്ങിയതും ഗവേഷകർ ചുറ്റും നിന്നുകൊണ്ട് ഈ കൂടിനുള്ളിലെ മറ്റ് 4 കുരങ്ങന്മാരുടെ ശരീരത്തിലേക്കും കുറച്ച് വെള്ളം കോരിയൊഴിച്ചു. എന്നാൽ ആ മുകളിൽ കയറിയ കുരങ്ങൻ പഴമെടുത്തു, കഴിച്ചു. രണ്ടാമതവർ വീണ്ടും അവിടെ പഴം വെച്ചു. മറ്റൊരു കുരങ്ങൻ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. അപ്പോഴും ചുറ്റും നിൽക്കുന്ന മറ്റ് 4 കുരങ്ങന്മാരുടെ ശരീരത്തിലേക്കും ഗവേഷകർ വെള്ളമൊഴിച്ചു. ഇത് തുടർന്നപ്പോൾ കുരങ്ങന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. മുകളിലേക്ക് ഒരാൾ കയറാൻ ശ്രമിച്ചാൽ അപ്പോൾ ചുറ്റും നിൽക്കുന്ന 4 പേരുടെ ശരീരത്തിലും വെള്ളം വീഴും. ആ മൊമെൻറ്റ് മുതൽ, ആ തിരിച്ചറിയൽ മുതൽ പിന്നെ എപ്പോഴാണോ പഴത്തിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കുരങ്ങൻ ലാഡറിലൂടെ കയറാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ഈ 4 പേരും കൂടെ ചേർന്ന് അവനെ വലിച്ച് താഴേക്കിടുകയും അവനെ തല്ലുകയും ചെയ്യും. പഴം അവിടെ തന്നെ ഉണ്ട്, ലാഡറും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഈ 5 കുരങ്ങന്മാരും മുകളിലേക്ക് കയറാൻ തയ്യാറല്ല. ഞങ്ങൾ ആരും കയറില്ല എന്നുള്ള തീരുമാനത്തിൽ ഇവരെത്തി. ഗവേഷകർ അടുത്ത് ഇതിൽ നിന്നും ഒരു കുരങ്ങനെ പുറത്തേക്ക് മാറ്റിയിട്ട് മറ്റൊരു പുതിയ കുരങ്ങനെ വിട്ടു. ഈ പുതിയ കുരങ്ങന് ഇതിനുള്ളിലുള്ള സിറ്റുവേഷൻ ഒന്നും അറിയില്ല. അവൻ വീണ്ടും ലാഡറിലൂടെ കയറാൻ തുടങ്ങി, പഴം എടുക്കാൻ തുടങ്ങി. പക്ഷേ അവൻ ലാഡറിലൂടെ കയറാൻ ശ്രമിച്ചപ്പോൾ തന്നെ മറ്റു 4 കുരങ്ങന്മാരും കൂടെ ചേർന്നുകൊണ്ട് ഇവനെ തല്ലാൻ തുടങ്ങി. എന്തിനാണ് തല്ലുകൊള്ളുന്നതെന്ന് ഇവനറിയില്ല. കാരണം ഇവനെ വെള്ളം വിടുന്ന കഥയൊന്നും അറിയില്ല. എന്തിനാണ് തല്ലുകൊള്ളുന്നതെന്ന് ഇവനറിയില്ല. പക്ഷേ ഇവൻ ഇവിടെ കയറാൻ പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തി. അപ്പോൾ ഈ 5 കുരങ്ങന്മാരും കയറുന്നില്ല. അടുത്ത് മറ്റൊരു കുരങ്ങനെ കൂടെ മാറ്റിയിട്ട് ഒരു പുതിയ കുരങ്ങനെ കൂടെ വിട്ടു. അവൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അവൻ വീണ്ടും ഓടി ലാഡറിലേക്ക് കയറാൻ തുടങ്ങി.
തൊട്ടു മുമ്പ് വന്ന കുരങ്ങൻ ഉൾപ്പെടെയുള്ള 4 പേരും കൂടെ ചേർന്നുകൊണ്ട് ഇവനെ തല്ലാൻ തുടങ്ങി. ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, തൊട്ടു മുമ്പ് വന്ന കുരങ്ങന് താൻ എന്തിനാണ് ഇവനെ തല്ലുന്നതെന്ന് പോലും അറിയില്ല, പക്ഷേ ഇവനെ തല്ലാൻ തുടങ്ങി. അടുത്ത് 3ാമത്തെ കുരങ്ങനെയും മാറ്റിയിട്ട് ഒരു പുതിയ കുരങ്ങനെ വിട്ടു. ഇപ്പോൾ ആ കൂടിനുള്ളിൽ 2 പഴയ കുരങ്ങന്മാരും പുതിയ 3 കുരങ്ങന്മാരും ആണുള്ളത്. ഈ പുതിയ 3 കുരങ്ങന്മാർക്കും അറിയില്ല ഈ പറയുന്ന ലാഡറിലൂടെ ക്ലൈംബ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന്. പക്ഷേ അവർ ലാഡറിലൂടെ ക്ലൈംബ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ലാഡറിലൂടെ ക്ലൈംബ് ചെയ്യാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഇവരെത്തിയിരിക്കുകയാണ്. അങ്ങനെ 4ാമത്തെ കുരങ്ങനെയും മാറ്റി പുതിയൊരാളെ വിട്ടു. അവൻ കയറാൻ തുടങ്ങി. ഈ പഴയ 3 പേര്, പുതിയ 3 പേരും പഴയ ഒരാളും കൂടെ ചേർന്നുകൊണ്ട് അവനെ തല്ലി. അവനും കയറുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തി. 5ാമത്തെ കുരങ്ങനെ മാറ്റി ഒരു പുതിയ കുരങ്ങനെ വിട്ടു. അപ്പോൾ മറ്റ് 4 പേരും കൂടെ ചേർന്നുകൊണ്ട്, ഈ 4 പേർക്കും അറിയില്ല തങ്ങൾ എന്തിനാണ് തല്ലുന്നതെന്നുള്ളത്, ഈ 4 പേരും കൂടെ ചേർന്നുകൊണ്ട് ഈ 5ാമനെയും തല്ലി തുടങ്ങി. അപ്പോൾ 5ാമന് മനസ്സിലായി ഇനി ഈ ലാഡറിൽ കയറാൻ പാടില്ല. അങ്ങനെ ഈ 5 പേരും ഒരു തിരിച്ചറിവിലേക്ക് എത്തി. ഈ ലാഡറിലൂടെ തങ്ങൾ മുകളിലേക്ക് കയറാൻ പാടില്ല. എന്തുകൊണ്ട് കയറാൻ പാടില്ല? 5 പേർക്കും അറിയില്ല. എന്താണ് കാരണമെന്നറിയില്ല, എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നറിയില്ല, റാഷണൽ എന്നറിയില്ല. ഇപ്പോൾ മുകളിലേക്ക് കയറിയാൽ വെള്ളം വീഴുമോ എന്നുള്ള സാധ്യതയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു പോലുമില്ല. കാരണം വെള്ളം വീഴുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ പോലും അവർക്കറിയില്ല. പക്ഷേ എന്നിട്ടും അവർ മുകളിലേക്ക് കയറാതെയായി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ ആദ്യം വെള്ളം വീഴാനുണ്ടായ സിറ്റുവേഷൻ, ആദ്യം മുകളിലേക്ക് കയറിയപ്പോൾ വെള്ളം വീഴുവാനുണ്ടായ സിറ്റുവേഷൻ ഈ സാഹചര്യത്തിൽ ഉണ്ടാകണമെന്നുണ്ടോ? യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ എന്നോ വെള്ളം വീണിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ഇന്നും ആ ചിന്തയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും. എന്നും പഠിച്ചു വരുന്ന, പണ്ട് മുതലേ തന്നെ നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന് ശീലിച്ചു വരുന്ന ചില രീതികളുണ്ട്. ആ രീതികൾക്കപ്പുറത്തേക്ക് നമ്മൾ പോകാറില്ല. എങ്ങനെ ഓരോ തൊഴിലും ചെയ്യണം, എന്ത് ചെയ്തുകൂടാ ഒരു തൊഴിലിൽ എന്നുള്ളതിനെക്കുറിച്ച് പണ്ട് മുതലേ നമ്മൾ അവലംബിച്ചു വരുന്ന ചില രീതികളുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാറില്ല. സമൂഹം എങ്ങനെയായിരിക്കണം, സമൂഹത്തിലെ നിയമങ്ങൾ എങ്ങനെയായിരിക്കണം, ചിട്ടവട്ടങ്ങൾ എന്തായിരിക്കണം, പണ്ട് മുതലേ തന്നെ ശീലിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. മതപരവും ആചാരപരവുമായ പല കാര്യങ്ങളിലും പണ്ട് മുതലേ നമ്മൾ ചിന്തിച്ചു വരുന്ന രീതികളുണ്ട്. അതിനെ മാറ്റുവാനും നമ്മൾ തയ്യാറല്ല. ഇവിടെ നേരത്തെ കുരങ്ങന്മാർക്ക് സംഭവിച്ചതുപോലെ അന്ന് ആരെങ്കിലും വെള്ളം കോരി ഒഴിച്ചിരിക്കാം, പക്ഷേ ഇന്ന് വെള്ളം നമ്മുടെ ശരീരത്തിൽ വീഴണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന സിറ്റുവേഷൻസിനെ വളരെ ലോജിക്കലിയും വളരെ സെൻസിബിളിയും വളരെ റാഷണലും ക്രിട്ടിക്കുമായി നോക്കിക്കണ്ടുകൊണ്ട് എവിടെയാണോ മാറ്റങ്ങൾ വേണ്ടത് ആ മാറ്റങ്ങൾ കൃത്യമായി കൊണ്ടുവരുവാനും ആ മാറ്റങ്ങളിലൂടെ പുതിയ ചിന്തകളും പുതിയ രീതികളും കൊണ്ടുവരുവാനും, അത് പഠനത്തിലാകട്ടെ, തൊഴിലിലാകട്ടെ, സമൂഹത്തിലാവട്ടെ, ജീവിതത്തിൻ്റെ ഏത് തുറയിലുമാകട്ടെ, പുതിയ കാര്യങ്ങളിലേക്ക് എത്തുവാനുമുള്ള ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ മുകളിലിരിക്കുന്ന പഴം, മുകളിലിരിക്കുന്ന ഫ്രൂട്ട്, ജീവിതത്തിലെ നേട്ടങ്ങൾ ഒരു കാരണവുമില്ലാതെ, യാതൊരു കാരണവുമില്ലാതെ നമ്മളിൽ നിന്ന് അകന്നു പോകും, നമുക്ക് നഷ്ടമാകും. ഇന്ന് നിലനിൽക്കുന്ന എല്ലാ കാര്യത്തിലും തെറ്റുകളുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നുള്ള വാദഗതിയില്ല. പക്ഷേ നിലനിൽക്കുന്ന കാര്യങ്ങളെ, നിലനിൽക്കുന്ന രീതികളെ വളരെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് വേണ്ടാത്തതിനെ മാറ്റിയും പൊളിച്ചെഴുതിയും കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞാൽ ആ കുരങ്ങന്മാർക്ക് നഷ്ടപ്പെട്ട, ഒരു കാര്യവുമില്ലാതെ നഷ്ടപ്പെട്ട ആ പഴം നമ്മുടെ ജീവിതത്തിലെ നേട്ടമാണെങ്കിൽ ആ നേട്ടത്തിനെ കൃത്യമായിട്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും, ജീവിതം കൂടുതൽ സമ്പന്നമാക്കി മാറ്റുവാൻ കഴിയും. സംഗീതവും ഇത്തരത്തിലുള്ള കഥകളും കൊണ്ട് നമ്മുടെ ജീവിതം ഓരോ ദിവസവും പ്രചോദനകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എല്ലാ സെഗ്മെന്റുകളും പ്രേക്ഷകർക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു. പ്രേക്ഷകരുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 0471 24661610. ഇമെയിൽ panoramatvmedia@gmail.com. ബി പോസിറ്റീവിന്റെ എല്ലാ പ്രേക്ഷകർക്കും ശുഭകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് വിടവാങ്ങുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി.